ഹായ് ഫ്രണ്ട്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന പെട്ടെന്ന് ആ ഒരു അപരിചിതനെ കാണുന്നുണ്ട് കേട്ടോ. സ്വപ്നത്തിലാണ് അയാൾ വന്നിട്ട് തന്നോട് തൻ്റെ പുസ്തകം എവിടെ, തൻ്റെ ഹൃദയം മോഷ്ടിച്ച കള്ളിയാണ് താൻ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ പുസ്തകം എനിക്ക് തിരിച്ചു വേണം, അതിൻ്റെ ഹൃദയമാണെന്ന് പറയുന്നു. തനിക്ക് തോന്നിയതാണ് ആ പുസ്തകം ഞാൻ അവിടെ വെച്ചു എന്നൊക്കെ പറയുമ്പോൾ അയാൾ അംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെ എന്തായാലും നിങ്ങളെൻ്റെ ഹൃദയം മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേനും അർച്ചന അകത്തേക്ക് പോകാൻ നോക്കുന്നു. ആ സമയത്ത് തന്നെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് അർച്ചന വീണ്ടും അകത്തേക്ക് പോകുമ്പോഴത്തേനും ഡോറിൽ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അയാൾ. പക്ഷേ പെട്ടെന്ന് അതൊരു സ്വപ്നമാണെന്ന് അർച്ചനയ്ക്ക് പിന്നീടാണ് മനസ്സിലായത്. ചാടി എഴുന്നേൽക്കുന്നുണ്ട്. അയാൾ ഇവിടേക്കും വന്നു, എന്താ എനിക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ സാധിച്ചതെന്നൊക്കെ അങ്ങനെ ചിന്നു ചോദിക്കുന്നുണ്ട്. എന്ത് പറ്റി അമ്മേ, എന്താ അമ്മ ഒരു സ്വപ്നം കണ്ടോ? പെട്ടെന്ന് എന്തോ ഓർത്തിട്ടാണ്. അമ്മ വിഷമിക്കേണ്ട, എന്തൊക്കെയോ മനസ്സിലുണ്ടായിട്ടല്ലേ ആ കരിമലക്കുടിയിലേക്ക് പോയപ്പോൾ തന്നെ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാവും. മനസ്സിൽ ആ ചിന്തകൾ മാത്രമേ ഉള്ളൂ. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ ഉറങ്ങിക്കോ, ഇന്ന് അമ്മയ്ക്ക് ഞാനാണ് കാവലിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അത് സാരല്ല മോളെ, മോൾ എന്തായാലും ഉറങ്ങിക്കോ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. താൻ എന്തായാലും ആ ഒരു പുസ്തകം തിരിച്ചു കൊടുത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാനത് കൊടുത്തതാ, പക്ഷേ അയാൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് വന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അയാൾക്ക് എന്തുകൊണ്ടോ തന്നോടൊരു കണക്ഷൻ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. എന്തോ കള്ളു കുടിച്ച് അങ്ങനെ ആ ഒരു കാട്ടിലകത്തൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. എന്താ അയാളുടെ ഉദ്ദേശമെന്നൊന്നും നമുക്കൊന്നും അറിയില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും ജെ.കെയുടെ കൃതികൾ നിനക്ക് അത്രമേൽ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ ജീവനാണ് ആ പുസ്തകങ്ങൾ. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഒരുപാട് മനോധൈര്യം നൽകുന്ന കുറച്ച് പുസ്തകങ്ങളാണ്. അത് വായിച്ചിട്ടാണ് നീ ചോദിക്കാറില്ലേ എനിക്കൊരു ഇൻസ്പിറേഷൻ എവിടെ നിന്ന് കിട്ടുന്നതെന്ന്. എനിക്ക് ജെ.കെയുടെ ബുക്കുകളിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ വളരെയധികം സ്ത്രീകളെ സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ ഒരു എത്താൻ സാധിച്ചതെന്ന് പറയുന്നുണ്ട്. എന്തായാലും അയാളെക്കുറിച്ച് നിനക്കൊരു ഫോട്ടോ എടുക്കാമായിരുന്നില്ലേ? അതൊക്കെ ഞാൻ ആ സമയത്ത് മറന്നുപോയടി, ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും അയാളെക്കുറിച്ചൊന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിന്നെ അയാൾ ഉപദ്രവിച്ചൊന്നുമില്ല, പക്ഷേ സേഫായി നിന്നെ കാടിന് പുറത്ത് എത്തിക്കുകയും ചെയ്തു. പിന്നെ പുസ്തകങ്ങളോട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാളെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. എന്തായാലും അത് പോട്ടെ. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുസ്തകം എന്ന് അയാൾക്ക് മനസ്സിലായി, അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും പിന്നീട് ആ ഒരു കേസിൻ്റെ കാര്യം, കരിമലക്കുടിയിലെ കേസ് നമ്മൾ ഏറ്റെടുക്കണം. അർച്ചന അസോസിയേറ്റ് അത് ഏറ്റെടുക്കാനായിട്ട് പോവുകയാണ്. വിജയൻ അത് വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജഗദീഷ് വക്കീൽ അങ്ങോട്ട് വരുന്നുണ്ട്. വക്കീലെ, നിങ്ങളെന്താ ഒളിഞ്ഞു നോക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, ഞാൻ ഇതിൽ പോയപ്പോൾ കയറിയതാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. എന്തായാലും തൻ്റെ സീനിയറായിട്ടുള്ള വക്കീലിനോട് പറഞ്ഞേക്ക്, വിജയനോട് പറഞ്ഞേക്ക്. കാരണം ആ ഒരു വക്കീൽ അർച്ചന അസോസിയേറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നതെന്ന്. അത് ന്യൂസ് എന്ത് ചെയ്താൽ അവിടെ എത്തിക്കില്ലേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. ഞങ്ങളെക്കുറിച്ച് എന്താ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. ആ സമയത്താണ് വിജയൻ പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. സാറും ഒളിഞ്ഞു നോക്കാനായിട്ട് നിൽക്കുകയാണോ ചോദിക്കുന്നുണ്ട്. എനിക്കതിൻ്റെ ആവശ്യമില്ല, എന്തായാലും ആ കേസ് ഞാൻ ഏറ്റെടുത്തു. തനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മറുഭാഗം വാദിക്കാനായിട്ട് നിന്നോ എന്ന് പറയുന്നുണ്ട്. എടി, നീ ചാടി എത്ര വരെ ചാടുമെന്ന് എനിക്കറിയാലോ, അങ്ങനെയാണെങ്കിൽ നോക്കാലോ എത്ര വരെ ചാടും ചാടില്ല എന്നെങ്കിൽ നിങ്ങൾ നിൽക്കുക എന്ന രീതിയിലൊക്കെ അർച്ചന വെല്ലുവിളിക്കാട്ടോ ചെയ്യുന്നത്. കണ്ടോ, നിൻ്റെ അഹങ്കാരമൊക്കെ അവസാനിപ്പിച്ച് ചേരുന്നുണ്ടെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നു കേട്ടോ. പിന്നീടും എന്തായാലും അർച്ചന കേസ് വിടാനായിട്ട് പോകുന്നില്ല. എന്തായാലും അർച്ചന തന്നെ ജയിച്ചിരിക്കും. പിന്നീട് കാണിക്കുന്ന രുക്കുവിനെ കേട്ടോ. അങ്ങനെ അച്ഛനും രുക്കും കൂടി TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് രുക്കുവിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കണം എന്നൊരു ആഗ്രഹം വരുന്നുണ്ട്. അതായത് ടൂറ് പോകണം എന്ന രീതിയിലൊക്കെ. അപ്പോഴത്തേനും അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛോ നമുക്കൊന്ന് ടൂറ് പോവാം. അപ്പോൾ ഈ സമയത്തോ, ഈ സമയത്ത് എന്താ പ്രശ്നം, നമുക്ക് പോകാം. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ, വേഗം ഒന്ന് പോയിട്ട് വരാമെന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ചേട്ടത്തിയമ്മ പറയുന്നുണ്ട്, ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ടൂറൊന്നും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും പ്രശ്നമല്ല, എന്തെങ്കിലും ഇടംകൊല്ലി ന്യായമായിട്ട് ആരെങ്കിലുമൊക്കെ വന്നോളൂ എന്ന് പറയുന്നു. പക്ഷേ അർച്ചനയാണെങ്കിലോ റുക്കുവിന് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. മോളെ, നിനക്ക് ഞാൻ കൊണ്ടുവന്നതാണ് ഇതൊക്കെ, നീ നന്നായിട്ട് ഈ സമയത്ത് നല്ല ഫ്രൂട്ട്സൊക്കെ കഴിക്കണം. എന്ത് ചേച്ചി ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അത് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ച് ഞാൻ കഴിച്ചോളാം ചേച്ചി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോൾക്ക് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് റുക്കുവിന് കൊടുക്കുമ്പോഴത്തേനും റുക്ക് ആ ഫ്രൂട്ട്സ് കാണുമ്പോഴത്തേനും വൊമിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല. ഈ ഫ്രൂട്ട്സ് ഒന്നും ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടല്ലേ ചേച്ചി, എനിക്ക് വെറുപ്പാവുന്നു, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടിപ്പോകുന്നു കേട്ടോ.
അപ്പോൾ അർച്ചനയ്ക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടക്കേടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചേച്ചി അവൾ പറയുന്ന കാര്യമാക്കണ്ട, അതൊന്നും കുഴപ്പമില്ല, അത് ഈ സമയത്ത് ഉണ്ടാവുമല്ലോ. ചിന്നുവിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ, നിനക്കത് അറിയുന്നല്ലേ മോനെ. പിന്നെ ഈ പൈസ നീ കയ്യിൽ വെച്ചോ, എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ തന്നാണെന്ന് പറയണ്ട, അവൾക്കത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തേക്കണേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ചിന്നുവിനെ കണ്ടിട്ട് വരാം. അങ്ങനെ രുക്കു അവിടെ കിടക്കാട്ടോ ചെയ്യുന്നത്. എന്താ രുക്കു ഇങ്ങനെ കാണിക്കുന്നത്? ഇപ്പോൾ ആ ഫ്രൂട്ട്സ് നിനക്ക് വാങ്ങിച്ചുകൂടെ? ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേച്ചി നിനക്ക് സ്നേഹത്തോടു കൂടി കൊണ്ടുവന്ന് തന്നതല്ലേ എന്ന് പറയുന്നുണ്ട്. എനിക്കിഷ്ടമല്ല ഇങ്ങനത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. എന്തായാലും മടുത്തു ഇങ്ങനത്തെ ഒരു കള്ളം പറഞ്ഞിട്ട്. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? നമ്മുടെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളം പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്. ആ ഒരു കള്ളത്തിന് വേണ്ടിയിട്ട് എത്ര കാലമായിട്ട് ഈ നടക്കുന്നു, എനിക്കിനി സാധിക്കില്ല എന്ന് അച്ഛനോട് പറയുന്നുണ്ട്. എന്തായാലും നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളൊരു കള്ളം പറഞ്ഞു, അത് നമുക്ക് സത്യമാക്കിയേ പോരെ എന്ന് പറയുന്നുണ്ട്. ജോലിയൊന്നും ഇല്ലാതെ പിന്നെ എന്താണ് എൻ്റെ ഭാവി എനിക്ക് നോക്കിയിരിക്കണം. അച്ഛനും അതിന് പ്രശ്നമില്ലെങ്കിൽ വേണ്ട, എനിക്ക് എന്തായാലും ഇത് അർച്ചന ചേച്ചിയുടെ ഇതിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തമായിട്ട് വരുമാനമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ചിന്തിക്കാമെന്ന രീതിയിൽ അച്ചു, അതായത് നമ്മുടെ രുക്കു വാശി പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ് കേട്ടോ. അർച്ചനയാണെങ്കിലോ ചിന്നുവിന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഇന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നു. ആ സമയത്ത് അർച്ചനയുടെ കയ്യിലുള്ള പാട് കാണുന്നുണ്ട് കേട്ടോ. എന്ത് പറ്റി അമ്മയെന്ന് ചോദിക്കുമ്പോൾ എന്തോ മാന്തിയത് പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് അയാളുടെ കൂടെ നടക്കുമ്പോൾ എവിടെ വീഴാൻ പോകുന്നുണ്ട്. അങ്ങനെ പിടിക്കുമ്പോഴത്തേനും ചോര വരുന്നുണ്ട് കേട്ടോ. ആ ചോര വരുന്നത് ആ മാന്തിയതുപോലെ ഒരു പാടായി മാറുകയാണ്. അപ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു മുള്ള് തട്ടിയതാ മോളെ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അമ്മയ്ക്ക് വേദനിക്കുന്നുണ്ടോ? ഇല്ല മോളെ, മോൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, അമ്മ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയുന്നു. പിന്നെ രാത്രി ഫയലുകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് തന്നെ അർച്ചനയ്ക്ക് ആ കാട്ടിനുള്ളിൽ നല്ല അനുഭവങ്ങളെക്കുറിച്ചൊക്കെ തന്നെയാണ് ആലോചന വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആനന്ദം വരുന്നുണ്ട്. എന്താ ചേച്ചി കിടന്നില്ലേ? നീ കിടന്നോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ചേച്ചി റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞയക്കാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത് പ്രമോയിട്ട് കാണാം.